എൻ്റെ പേര് ലാലൻ എന്നാണ്. എൻ്റെ വീട്ടുപേര് കുറുമ്പേശ്വരത്ത്. വീട് തിരുവല്ലയിലാണ്. അപ്പനും അമ്മയും ഞങ്ങൾ 3 സഹോദരങ്ങളും. ഞങ്ങൾക്കുള്ളത് 4 സെൻറ്റ് സ്ഥലവും 3 മൂട് തെങ്ങും ഒരു കിണറും അതിൻ്റെ അകത്തൊരു ചെറിയ ഓലപ്പര ചാർത്തുമാണ്. അപ്പൻ്റെ ജോലി കൂലിപ്പണിയാണ്. ഞങ്ങളുടെ 5 പേരുടെയും വിശപ്പിനുള്ള ആഹാരത്തിൻ്റെ വക എൻ്റെ അപ്പൻ കൂലിപ്പണി ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അങ്ങനെ കുറേ നാളായി അപ്പം കൂലിപ്പണിക്ക് പോകുന്നു. ഞങ്ങൾ കൊച്ചു പിള്ളേർ, അമ്മ, അപ്പം കൊണ്ടുവരുന്ന വരുമാനം കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നു. എന്നും ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയും ആ സമയങ്ങളിലുണ്ട്. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചെറുപ്പസമയം തന്നെ അപ്പന് കൂലിപ്പണി ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് മാറി. വയ്യാത്ത അവസ്ഥയായി അപ്പന്. അങ്ങനെ ഞങ്ങൾ പിന്നീട് പട്ടിണിയിലേക്ക് പോവുകയായിരുന്നു. ദിവസങ്ങളോളം ആഹാരം കഴിക്കാത്ത ദിവസങ്ങളുണ്ട്. കയ്യിൽ വിരലുകളിലൊക്കെ എണ്ണി പോയ ദിവസങ്ങളുണ്ട്. ആരും ഞങ്ങളെ സഹായിക്കാനായിട്ടോ ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നുണ്ടോ ആഹാരം കഴിക്കുന്നുണ്ടോ എന്ന് തിരക്കാൻ പോലും ആരും ഉണ്ടായിട്ടില്ല. അയൽവക്കക്കാരോ ബന്ധുക്കളോ ആരും വന്നിട്ടില്ല. അങ്ങനെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ വേദനകൾ കാണുമ്പോൾ സഹിക്കാൻ വയ്യാതെ അവർ കരയുന്നത് എൻ്റെ ചെറുപ്പ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ കരച്ചിൽ കാണുമ്പോൾ ഞങ്ങളും കരയും. അങ്ങനെ ഒരു ദിവസം വയ്യാത്ത അപ്പന് അമ്മയോട് പറഞ്ഞു, നമ്മുടെ തെങ്ങ് ചെത്തുവാനായിട്ട് കൊടുക്കാം. ആ ചെത്ത് കിട്ടുന്ന കാശും കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കാം. അപ്പം പോയി ചെത്തുകാരനെ കൊണ്ടുവന്ന് തെങ്ങ് കാണിച്ച് അതിനുള്ള പൈസ കൊടുത്തു. അപ്പനാ കൂടി പോയി ആ പൈസയും കൊണ്ട് ആഹാരത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു. അങ്ങനെ 2 ദിവസത്തോളം ഞങ്ങൾ നല്ലപോലെ ആഹാരം കഴിച്ചു. പിന്നീട് വീണ്ടും ഞങ്ങളുടെ പഴയ സ്വപ്നങ്ങൾ മാത്രമായിട്ട് മാറുകയായിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ തെങ്ങിൽ നിന്നും കള്ള് ചെത്തിക്കൊണ്ട് പോകുമ്പോൾ അയൽവാസികളും വീട്ടുകാരൊക്കെ ഇങ്ങനെ പറയും, ചെത്തുകൾ കുടിച്ചാൽ നല്ലതാണ്, അത് ചോരയുണ്ടാകും, ശരീരത്തിന് നല്ലതാണെന്ന് പറയും. എൻ്റെ 13ാമത്തെ വയസ്സിൽ ആ വേദന, വിശപ്പിൻ്റെ വേദനയുടെ സമയത്താണ് ഈ സ്വരം കേൾക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ചേട്ടൻ വന്നപ്പോൾ തെങ്ങിൻ്റെ ചോട്ടിൽ പോയി ഞാനും കാത്തു നിന്നു. ചേട്ടൻ തെങ്ങിൽ നിന്ന് കള്ളുമായിട്ട് ഇറങ്ങി വന്നപ്പോൾ ഓടിപ്പോയി ഞാൻ കൈ നീട്ടി, എനിക്ക് അല്പം കള്ളൊഴിച്ച് തരാനായിട്ട്, കൈവെള്ളയിൽ ഒഴിച്ചു തരാനായിട്ട് നീട്ടി. അപ്പം വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, ഈ കള്ള് കുടിച്ചാൽ നാളെയാണ് അതിൻ്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുന്നത്. അവൻ കുഞ്ഞാണ്, ചെറുപ്പമാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ചോദിച്ചു. സാരമില്ല, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ഒഴിച്ചു തന്നു. പിറ്റേ ദിവസം തൊട്ട് ചേട്ടനെ കാത്ത് ഞാൻ തെങ്ങിൻ്റെ ചുവട്ടിലിരിക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കപ്പുമായിട്ട് ചെന്ന് കപ്പിൻ്റെ അകത്ത് ഒഴിച്ചു തരാൻ തുടങ്ങി. അങ്ങനെ അളവുകൾ കൂടാൻ തുടങ്ങി. പിന്നീട് കള്ളിൻ്റെ രുചി കൂടി കഴിഞ്ഞപ്പോഴത്തേക്കിന്, ലഹരിയുടെ സുഖം കയറി കഴിഞ്ഞപ്പോഴത്തേക്കിന് അയൽവാസികളായ നാട്ടുകാരോട് കൂടെ കള്ളുകുടിയന്മാരോട് കൂടാൻ തുടങ്ങി. അവർക്ക് ഞാൻ വാങ്ങിക്കൊടുക്കുന്ന ജോലി തുടങ്ങി. ഷാപ്പിൽ പോയി കള്ള് മേടിച്ചുകൊണ്ട് കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മിച്ചം കുടിക്കുന്നു. കഞ്ചാവ് വിൽക്കുന്നിടത്ത് പോയി കഞ്ചാവ് മേടിച്ചുകൊണ്ട് വന്നിട്ട് വീടിക്കകത്ത് തുറത്ത് കത്തിച്ചു കൊടുക്കുന്ന ജോലി തുടങ്ങി. അങ്ങനെ ചെറുപ്പസമയം ഞാൻ ലഹരിക്ക് അടിമയായി. കൈവിട്ട ജീവിതമായി. വീട്ടിൽ സമാധാനം കൊടുക്കാത്ത അവസ്ഥയായി. ചെറുപ്പസമയത്ത് തന്നെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഞാനൊരു തലവേദനയായിട്ട് മാറി. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് 19ാമത്തെ വയസ്സിൽ ഞാൻ തിരുവല്ലയിലെ ചുമട്ടുതൊഴിലാളിയായിട്ട് ജോലി ഏറ്റെടുത്തു. അങ്ങനെ ആദ്യം കിട്ടിയ പൈസയും കൊണ്ട് ഈ ചേട്ടന്മാർക്ക് മേടിച്ചു കൊടുക്കുന്ന ഷാപ്പിൽ പോയി ബെഞ്ചിലിരുന്ന് സ്വന്തമായിട്ട് കള്ള് കുടിച്ച് ഞാനവിടെ വലിയ അഹങ്കാരത്തോടു കൂടി കുടിക്ക് തുടങ്ങി. അന്ന് തൊട്ട് ഷാപ്പിൽ കിടന്ന് വഴക്കും ബഹളവും അടിയും ബഹളവും പോലീസ് കേസും ഭയങ്കരമായ വിഷയത്തിലേക്ക് ഞാൻ മാറുകയായിരുന്നു. വീട്ടുകാർക്ക് സമാധാനമില്ല, വയ്യാത്ത അപ്പന് സമാധാനമില്ല. അപ്പൻ്റെ കണ്ണുനീരൊരു സൈഡിൽ കൂടെ. ഇതൊന്നും ഞാൻ മനസ്സിലാക്കാതെ എൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലഹരിയില്ലാതെ ഒരു ദിവസം പോലും ഉറങ്ങുവാനോ ഒരു മിനിറ്റ് പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥ. ഏതെല്ലാം ഷാപ്പുകളിൽ പോകാൻ പറ്റും, എങ്ങനെല്ലാം കുടിക്കാൻ പറ്റും, ചാരായും കള്ളും ബ്രാൻഡിയും എല്ലാം കൂടെ ഒന്നിച്ച് കുടിക്കുന്ന ഒരു ലഹരിക്ക് അടിമയായി മാറി ഞാൻ. വീട്ടുകാർക്ക് ഭയങ്കരമായ വേദനകൾ. അവർ നോക്കിയിട്ട് ഒരു വിധത്തിലും രക്ഷപ്പെടുത്താനായിട്ട് കഴിയുന്നില്ല. അവർ മന്ത്രവാദികൾക്കും കൂടോത്രക്കാർക്കും ചെല്ലും പറയും, ഇത് ചെയ്തു ദോഷത്തിൻ്റെ ദോഷമാണെന്ന് പറയും. അങ്ങനെ അവർക്കെല്ലാം പൈസ കൊടുത്ത് അവർ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും. അതോടൊന്നും എനിക്ക് രക്ഷയുണ്ടായില്ല. അതിനേക്കാൾ കൂടുതൽ വിഷയത്തിലേക്ക് മാറിയപ്പം എന്നെ കൊണ്ടുവന്നവർ തന്നെ മനസ്സ് വേദനിച്ച് മാറുകയായിരുന്നു. എന്നെ അവർ ഉപേക്ഷിക്കുമായിരുന്നു. എന്താ വീട്ടുകാർക്ക്, അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ആ ലാസ്റ്റ് അവർ തീരുമാനിച്ച് ഇവനെ കല്യാണം കഴിപ്പിച്ച് രക്ഷപ്പെടുത്താമെന്ന്. അങ്ങനെ കല്യാണം കഴിക്കാനുള്ള
തീരുമാനങ്ങളിലേക്ക് എത്തി. എന്നോട് പറഞ്ഞു നല്ലവനാകണമെന്ന് പറഞ്ഞു, നല്ല പെണ്ണ് കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞു അതൊന്നും എന്നെ കൊണ്ട് കഴിയത്തില്ല, നിങ്ങളുടെ നിർബന്ധത്തിന് ഞാൻ വഴങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ മാവേലിക്കരയിൽ ആദ്യമായി ഒരു പെണ്ണിനെ കാണാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ ചേട്ടനും കൂട്ടിക്കൊണ്ട് പോയ സ്ത്രീയും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞോളാം, ഞാനൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഞാൻ ലഹരി കഴിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ മണം അടിക്കുന്നതുകൊണ്ടാണ് അവർ പറയാഞ്ഞത്, ഞാൻ ഒന്നും മിണ്ടണ്ടാന്ന്. അങ്ങനെ അവർ സംസാരിച്ചു. അന്ന് ഞാൻ നല്ല ചെറുപ്പമായിക്കൊണ്ട് എന്നെ കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ തിരുവല്ലായ്ക്ക് വരാമെന്ന് പറഞ്ഞു. അവർ മാവേലിക്കരയിൽ നിന്ന് 2ാമത്തെ ദിവസം തിരുവല്ലായി വന്ന് ചോദിച്ചു, തിരുവല്ലായിലെ ചുമട്ടുതൊഴിലാളി ലാലിൻ്റെ ഭവനത്തിൽ പോകുന്ന ഇതിലെയാണെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ അവർ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു. വല്ലതും വഴക്കോ അടിയോ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ തീർക്കാനാണ്? അല്ല, ഞങ്ങളുടെ പെങ്കൊച്ചിനെ വന്ന് കണ്ടു, അതിന് അവരുടെ വീട്ടിൽ കാണാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, അവൻ ഓടെ കിടക്കുന്നവനെന്ന് ആദ്യം പറഞ്ഞു കൊടുത്ത്. അവൻ കള്ളടിച്ച് തുണി പോലും ഇല്ലാതെ ടൗണിൽ കൂടെ പോയി നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം ചീത്ത വിളിച്ച് പോലീസ് കേസുമായിട്ട് എപ്പോഴും പോലീസ് സ്റ്റേഷനിലും കഴിയുന്നൊരു വ്യക്തിയാണെന്ന് അവർ പറഞ്ഞു കൊടുത്തു. അവർ നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് അവർ തിരിച്ചു പോവുകയായിരുന്നു. എൻ്റെ വീട്ടുകാർ അവർ വരുന്ന നോക്കി ആഹാരങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് അവരുടെ വിവരങ്ങൾ അറിയാതെ കാത്തിരുന്നു. അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ടുപോയ ബ്രോക്കറിൻ്റെയൊക്കെ ചെന്നു, സ്ത്രീയുടെയൊക്കെ ചെന്നിട്ട് ചോദിച്ചു, അവർ വന്നില്ലല്ലോ. അവർ പറഞ്ഞു നിങ്ങളുടെ മോന് വേണ്ടി പെണ്ണ് കാണുന്ന ജോലി എനിക്കില്ല, അവരെന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം തന്നു വിട്ടെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് എൻ്റെയൊക്കെ വരില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും വീണ്ടും ഓരോരുത്തരെ പുറകെ നടന്ന് പല സ്ഥലങ്ങളിൽ പെണ്ണ് കാണാനുള്ള ജോലി പോയി. ആരും ഇഷ്ടപ്പെടുത്തില്ല. തിരുവല്ലായി വന്ന് അന്വേഷിക്കുമ്പോൾ എന്നെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാവരും തിരിച്ചു പോവാണ്. 12 വീട്ടിൽ പോയി 12 പെൺപിള്ളേരെ കണ്ടും 12 അനുഭവം പല രീതിയിലായി മാറി. എനിക്ക് മനസ്സിലായി എനിക്ക് അതും കിട്ടുന്ന ഭാഗ്യമില്ല, ഇനിയും നശിച്ച് തന്നെ ജീവിച്ചേക്കാമെന്ന് കണ്ടു. ഭയങ്കരമായ വിഷയങ്ങൾ ഓരോ ദിവസങ്ങളും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതുപോലെ ബ്രാൻഡി കുടിക്കാൻ പോയ 2-3 കുപ്പി ബ്രാൻഡികളാണ് തീർക്കുന്നത്. 5-6 ഷാപ്പിൽ കയറിയിട്ടാണ് ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത്. അതിൽ കൂടെ പലപലമായ പ്രശ്നങ്ങൾ, പോലീസ് കേസും, ബസ്സിൽ കയറി യാത്ര ചെയ്താൽ ടിക്കറ്റ് എടുക്കത്തില്ല, ടിക്കറ്റിന് കാശ് ചോദിച്ചാൽ അവരുമായിട്ട് അടിയുണ്ടാക്കുക, അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. വയ്യാത്ത അപ്പൻ ഓടി പലരെയും കണ്ടാണ് കേസിൽ നിന്നും എന്നെ ജാമ്യത്തിലിറക്കുന്നത്. അങ്ങനെ അപ്പനും വീട്ടുകാരും ഒക്കെ നിരാശയായി, അവർ ദുഃഖിതരായി. അങ്ങനെ അപ്പൻ കുറേ നാളുകൂടെ മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം മരിച്ചു പോവുകയായിരുന്നു. പിന്നീട് ജീവിതം ആപ്പാടെ തകരുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണം എന്നെ വിളിച്ചു. തോമസ് ഊട്ടി എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ കല്യാണത്തിന് കുടിച്ച് ലെവലില്ലാത്ത കണ്ടീഷനാണ് ചെന്നത്. അവിടെ ചെന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുവന്നപ്പം ഒരു സ്ത്രീയെ നോക്കി ചിരിച്ചു. ആ സ്ത്രീ എന്നെ നോക്കി ചിരിച്ചു. അതെല്ലാം ഈ തോമസ് ഊട്ടി മണവാളൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ തോമസ് ഊട്ടി എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചു ചോദിച്ചു, നീ ആ പെണ്ണുമായിട്ട് ഒത്തിരി സംസാരിക്കുകയും ചിരിക്കുന്നത് കണ്ടു, എന്നാന്ന് ചോദിച്ചു. തോമസ് ഊട്ടി വെറുതെയാണ്, നിനക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇഷ്ടമുണ്ട്, എനിക്ക് കിട്ടത്തില്ല, കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ കള്ളുകുടീനും തോന്നിവാസിയായിട്ട് മാറും, അതുകൊണ്ട് അവർ ആലോചിക്കണ്ടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു പേടിക്കണ്ട, എൻ്റെ വകയിലൊരു പെങ്ങടെ മോളാണ്, ഈ കല്യാണത്തിൻ്റെ എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരാഴ്ച എനിക്ക് സമയം താ, ഞാൻ വീട്ടിൽ പോയി പറയാൻ തോന്നും. എടത്തുവയിലാണ് ആ സ്ത്രീയുടെ വീട്. ആ പുള്ളിക്കാരത്തിൻ്റെ വീട്ടിൽ ചെന്ന് തോമസ് ഊട്ടി അമ്മാച്ചനാണ് അവിടെ ചെന്ന് പെങ്ങളോട് പറഞ്ഞു, മോളെ ഇതുപോലെ എൻ്റെ കൂട്ടുകാരന് ഇഷ്ടമാണ്, ആലോചിക്കാൻ പെങ്ങളെന്ന് ചോദിച്ചു. അപ്പോൾ അവർ മോക്ക് വേണ്ടി ചെറുക്കനെ അന്വേഷിച്ച് നടക്കുന്ന സമയമായിരുന്നു. അവർ വിചാരിച്ച് അമ്മാച്ചൻ കൊണ്ടുവന്നതല്ലേ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും കൂട്ടിക്കൊണ്ട് തോമസ് ഊട്ടി എടത്തുവയിലെ പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാൻ പറഞ്ഞു. തോമസ് ഊട്ടി പറഞ്ഞു ഞാൻ വന്ന് നിങ്ങളെ തിരുവല്ലായ്ക്ക് കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞു. തോമസ് ഊട്ടിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. തോമസ് ഊട്ടി കൂട്ടിക്കൊണ്ടുവന്ന് തിരുവല്ലായി വന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പെണ്ണിൻ്റെ വീട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പിടിയുന്ന മനസ്സമ്മതം തീരുമാനം ഡേറ്റ് എടുത്തു. എടത്താപ്പള്ളി വെച്ചായിരുന്നു. മനസ്സമ്മതം കഴിഞ്ഞ് 86 നവംബർ 2-ന് കല്യാണ ഡേറ്റും തീരുമാനമെടുത്തു. 86 നവംബർ 2-ന് എടത്താപ്പള്ളി ദേവാലയത്തിലേക്ക് ഞാൻ ചെന്നത് തലേദിവസി കല്യാണ ആഘോഷത്തിന് ഷാപ്പിൽ കിടന്ന് അടിയുണ്ടാക്കിയ പല സൈഡിലെ ചെള്ളയെല്ലാം മുറിഞ്ഞ ഒരു അനുഭവത്തിലാണ് കല്യാണം കഴിക്കാനായിട്ട് മണവാളനായിട്ട് ഞാൻ ദേവാലയത്തിലേക്ക് ചെല്ലുന്നത്. അന്ന് ചെന്ന് ദേവാലയത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അമ്മായിപ്പനൊക്കെ മുഖത്തേക്ക് നോക്കിയപ്പം, പെണ്ണിൻ്റെ അപ്പൻ മുഖത്തേക്ക് നോക്കിയപ്പം എൻ്റെ മുഖത്ത് നിന്ന് ചോര ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് വരുന്നു. അപ്പോൾ തിരക്കിയപ്പോൾ ചോദിച്ചു,
അവൻ മറിഞ്ഞു വീണാന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് പള്ളിയുടെ പുറത്ത് വന്നപ്പം പലരും തിരക്കിയപ്പോഴാണ് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാകുന്നത് തിരുവല്ലയിൽ ഏറ്റവും വലിയ വാടക കൊണ്ടേയും തോന്നിവാസമായിട്ടും ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ മോളെ കെട്ടിയിരിക്കുന്നുള്ള അമ്മായിപ്പന് മനസ്സിലായി. അവരുടെ ചങ്ക് പറയുമായിരുന്നു. അങ്ങനെ 4 ദിവസം ആ വീട്ടിൽ മര്യാദയോടെ കള്ളു കുടിച്ച് വഴക്കില്ലാതെ നിന്നു. 4ാമത്തെ ദിവസമായപ്പോൾ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് വരുവാണ്. എൻ്റെ ജീവിത പങ്കാളി ആദ്യമായി എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അവളെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ വരാമെന്ന് കൊണ്ട് തിരിച്ചു പോയ ഞാൻ തിരിച്ച് കയറി വരുമ്പോൾ ഉടുത്ത തുടി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് കയറി വരുന്നത്. അവളെ എങ്ങലടിച്ച് കരഞ്ഞു. എന്തൊക്കെ അവർ പറഞ്ഞപ്പം ആദ്യത്തെ രാത്രി ഒരുപാട് സ്വപ്നം കണ്ടുവന്ന പാവപ്പെട്ട സ്ത്രീക്കിട്ട് ഇടിയും തൊഴിയുമാണ് ആദ്യമായി അവൾ കൊള്ളുന്നത്. ആയിരത്തി 1986 നവംബർ 2-ാം തീയതിയായിരുന്നു ഞങ്ങളുടെ കല്യാണം നടന്നത്. ആദ്യത്തെ 4 ദിവസം എൻ്റെ വീട്ടിലായിരുന്നു. തിരിച്ചു തിരുവല്ലയിൽ വീട്ടിൽ വന്നതിന് ശേഷമാണ് തികഞ്ഞൊരു മദ്യപാനിയാണെന്നും മനസ്സിലായത്. ആ രാത്രി മുതൽ തിരുവല്ല വീട്ടിൽ വന്ന ആ രാത്രി മുതൽ ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് കണക്കില്ലായിരുന്നു. ഒരു രാത്രി പോലും ജോനൊന്ന് ഉറങ്ങാനോ സന്തോഷത്തോടെ ജീവിക്കാനോ പറ്റിയിട്ടില്ല. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം അടിയും തൊഴിയും, എനിക്ക് ദേഷ്യം വരുമ്പോൾ കയ്യിലെടുത്ത് ഭിത്തിയൊക്കെ എറിയുന്ന സ്വഭാവമായിരുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. ആ സമയങ്ങളൊക്കെ ഞങ്ങൾക്ക് ആദ്യം ഒരു കുഞ്ഞിനെ ലഭിച്ചു, രണ്ടാമത് ഒന്നിനെ കൂടെ ലഭിച്ചു. ഇതിലൊന്നും എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായില്ല. പ്രശ്നങ്ങൾ കൂടുകയായിരുന്നു. അങ്ങനെ ജീവിത പങ്കാളിയുടെ വീട്ടുകാർക്ക് ഭയങ്കരമായ വേദന ഉണ്ടായി. മൂത്ത മോക്ക് ഈ അവസ്ഥയായി പോയല്ലോ എന്നുള്ളത്. അങ്ങനെ അവർ പല വിധത്തിൽ നോക്കിയിട്ടും രക്ഷപ്പെടുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഇടയ്ക്കൊക്കെ അവർ വിളിച്ചുകൊണ്ട് പോകും. പിന്നെ തിരിച്ച് അമ്മ പോയി കൂട്ടിക്കൊണ്ട് വരും. വീണ്ടും അതിനേക്കാളും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ തിരിച്ച് വീണ്ടും കൊണ്ടുപോകും. അങ്ങനെ അവർ സഖികെട്ടിയെ പറഞ്ഞു, ഇനി ഈ ഒരു ബന്ധം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങളങ്ങ് പൊക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ വീട്ടിലേക്ക് പോയി. അവർ പറഞ്ഞ് ഇനിയൊരു ബന്ധം പറഞ്ഞ് അങ്ങോട്ട് വരണ്ടെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായി. അവർ ഭാര്യ വീട്ടിലെ കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങ് പോയി. അങ്ങനെ ഞാൻ വീണ്ടും നാശത്തിൻ്റെ പാതയിൽ കൂടെ നീങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിൽ ഇന്ന് തോന്നി ഒരു ദിവസം ജീവിത പങ്കാളിയുടെ വീട്ടിലേക്ക് പോകാമെന്ന്. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ആരും എന്നോടൊന്നും സംസാരിച്ചില്ല. അമ്മായിപ്പനും 3 പേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചെന്നിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. അമ്മായിപ്പനോട് 3 പേരും പല വിധത്തിൽ സംസാരിക്കുന്നു. അവർ 2 പേര് സ്തോത്രവും ഹല്ലേലൂയ പറയുമ്പോൾ ഒരാൾ ഇങ്ങനെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുന്നു. അമ്മായിപ്പന് വേണ്ടിയായിരുന്നു, അവരെനിക്ക് വേണ്ടിയല്ലായിരുന്നു. പക്ഷെങ്കിൽ ഞാനിതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർ ഡിവൈൻ പോട്ട ആശ്രമത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. എനിക്ക് പോട്ട ആശ്രമമോ ഡിവൈനോ ഒന്നും എനിക്കറിയത്തില്ല. കുറേ നേരം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പോട്ട ആശ്രമത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്ന സമയത്ത് പോട്ട ആശ്രമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ശരീരത്ത് കരണ്ടടിക്കുന്ന പോലൊരു അനുഭവം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിനെന്തോ പ്രത്യേകത എനിക്ക് തോന്നിയായിട്ട് എനിക്ക് തന്നെ അനുഭവപ്പെട്ടു. മനസ്സിൻ്റെ ഉള്ളിൻ്റെ അകത്ത് തണുപ്പ് ഒരു അനുഭവം ഉണ്ടാകുമായിരുന്നു. ഈ അനുഭവം ഉണ്ടായി ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവരിറങ്ങി പോവുകയായിരുന്നു. ഞാൻ അവരുടെ പുറകെ പോയിട്ട് ചോദിച്ചു, ഈ പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചു. അവർ വലിയ കാര്യമായിട്ട് എന്നോട് സംസാരിച്ചില്ല. പല വഴികളും പോയി രക്ഷപ്പെടാത്ത ഇവനോട് എന്തായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു പോയത്. തിരിച്ചോടി വന്ന് എൻ്റെ ജീവിത പങ്കാളിയോട് മോളിയോട് പറഞ്ഞു, അവർ പറഞ്ഞ സ്ഥലത്ത് എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അവളെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇത്രയൊക്കെ മുടിപ്പിച്ച പോരെ, ഇനി ആ പുണ്യ സ്ഥലത്തിൻ്റെ പേരും കൂടെ നശിപ്പിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, എനിക്ക് പോട്ടെ ആശ്രമത്തിൽ പോയേ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പിറ്റേ ദിവസം എൻ്റെ ജീവിത പങ്കാളി തിരുവല്ലായി വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു, ഇതുപോലെ എന്നോട് നിർബന്ധിക്കുന്നുണ്ട് പോട്ടയാശ്രമത്തിന്. അച്ചാൻ്റിക്ക് 3 പേര് വന്ന് പോട്ടയാശ്രമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ തൊട്ട് എന്നോട് പറയുന്നുണ്ട്, അമ്മച്ചി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ പറഞ്ഞു, മോള് കൊണ്ടുപോകും, പോട്ടയാശ്രമത്തിനാണെങ്കിൽ കൊണ്ടുപോകും, ഒന്നും കൂടെ നോക്ക്, ഈ വഴി ശരിയായില്ലെങ്കിൽ എൻ്റെ മോടെ കൂടെ ഞാനും കൂട്ടേക്കാം, അവനെ വേണ്ടാന്ന് വെച്ചേക്കാൻ പറഞ്ഞു. അത്രയ്ക്ക് ക്രൂരമായി പ്രവർത്തിക്കുകയാണ് എൻ്റെ ജീവിത പങ്കാളിയോട്. അത്രയ്ക്ക് സഹിച്ചു. പക്ഷെങ്കിൽ ഞാൻ ഇതെല്ലാം ചെയ്യുമ്പോഴും എനിക്കറിയാം, അവൾ പ്രാർത്ഥനയും കാര്യങ്ങളും ഉപവാസവും പരുമലപ്പള്ളി എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാപ്പും എടത്താപ്പള്ളിയിലെ
പെരുന്നാൾ വരുമ്പോൾ മുട്ടയിലൊക്കെ വലിയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി അടിയും തൊഴിയും ഇടിയും എല്ലാം സഹിക്കുമ്പോഴും അവളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞു, കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ 92 ഡിസംബർ 13 പോകാനുള്ള തീരുമാനമെടുത്തു. 12 ഇടത്തുവായി ചെന്ന് കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഭാര്യ വീട്ടിൽ നിർത്തിയിട്ട് അവിടുന്ന് 13 പോകാനുള്ള തീരുമാനമെടുത്തു. അന്ന് രാവിലെ ഞാൻ പറഞ്ഞു, നീ കുഞ്ഞുങ്ങളുമായിട്ട് പൊക്കൂ, ഞാനങ്ങ് വന്നേക്കാമെന്ന് പറഞ്ഞു. അവരിടത്തേക്ക് പോയ പറയെ ഞാൻ ഇറങ്ങി ഒരു ഓട്ടോ തിരുവല്ല ടൗണിൽ നിന്ന് വിളിച്ചിട്ട് തിരുവല്ല ടൗണിലെ മുഴുവൻ ഷാപ്പുകളിലും കയറി യാത്ര പറഞ്ഞു. ഞാൻ കോട്ടയ്ക്ക് പോവാണ്, ഞാൻ മാനസാന്തരപ്പെടാം. അപ്പോൾ ഷാപ്പുകാരെല്ലാം ചിരിച്ചു, രക്ഷപ്പെട്ടു കാണട്ടെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവല്ല മുഴുവനും കയറി അവിടുന്ന് നേരെ ഇടത്തുവായി ചെന്ന് തകഴി വരെയോളം എല്ലാ ഷാപ്പുകളിലും കയറി അവസാന സന്ധ്യ ആയപ്പോഴത്തേക്കിന് ജീവിത പങ്കാളിയുടെ വീട്ടിൽ വന്നു. അവിടെ തന്നെ വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കി, അവരുമായിട്ട് ഗുസ്തി ഉണ്ടാക്കി, ഭാര്യയെ തല്ലി വീണ്ടും അവിടുന്ന് ഇറങ്ങി അടുത്ത ഷാപ്പിൽ കയറി കള്ള് കുടിച്ച് രാത്രിയോളായപ്പോൾ അതിൻ്റെ അടുത്തൊരു കടത്തിണ്ണയിൽ പോയി കിടന്നു. അവിടെ കിടന്ന് ഞാൻ ഉറങ്ങി. രാത്രി ഭാര്യയും എൻ്റെ അമ്മയും ഉണ്ടായിരുന്ന സമയത്ത് അവർ രണ്ടും കൂടെ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പം തരങ്കണി ഹോട്ടലിൻ്റെ വാതിൽക്കൽ കിടപ്പുണ്ട്, തുണി പോലും ഇല്ലാതെ. അവിടുന്ന് എന്നെ വിളിച്ച് ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് കുളിപ്പിച്ചു. ഞങ്ങൾക്ക് മദ്യം കഴിക്കുമ്പോൾ 1 മാസമൊക്കെ എടുക്കും പല്ല് തേക്കണമെങ്കിൽ. പല്ല് തേക്കാനൊന്നും സമയമില്ല. അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു എൻ്റെ. അങ്ങനെ കുളിപ്പിച്ച് വൃത്തിയാക്കി 5:30 മണിയായപ്പോൾ തിരുവല്ലായിക്കുള്ള ബസ് വന്നു. അങ്ങനെ ഞങ്ങൾ അതേ കയറി. അപ്പം ഞങ്ങളുടെ കൂടെ ഇടത്തുവായി നിന്ന് ഒരപ്പച്ചനും 2 മക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പച്ചനും 2 മക്കളും ഞങ്ങൾ 5 പേരും കൂടെ ഇടത്തുവായി നിന്ന് തിരുവല്ലയ്ക്ക് വന്ന് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അന്ന് വേണാടിനാണ് ഞങ്ങൾ ചാലക്കുടിയിലേക്ക് ടിക്കറ്റ് എടുത്ത്. ചാലക്കുടി ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ പ്ലാറ്റ്ഫോമായി നിൽക്കുമ്പോൾ വിളിച്ച് പറയുന്നു, വേണാട് വരാൻ അരമണിക്കൂറുടെ ലേറ്റ് ആവുന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായി. തൊട്ടപ്പുറത്ത് ചാരാ ഷാപ്പുണ്ട്. ഓടി ഞാൻ അവിടെ പോയി മൂത്രം ഒഴിക്കാമെന്ന് പറഞ്ഞ് പോയി അവിടെ കയറി വീണ്ടും ചാരയും കുടിച്ചു. ജീവിത പങ്കാളിക്ക് വിഷമമായി, നീ തിരിച്ചു വരുമെന്ന്. ഏതായാലും ട്രെയിൻ വരുന്നതിന് മുമ്പ് ഞാൻ എത്തി. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ചാലക്കുടിയിൽ ഇറങ്ങി. അവിടുന്ന് ഓട്ടോ വിളിച്ച് ഞങ്ങൾ 5 പേരും കൂടെ മുരിങ്ങുറയൊക്കെ വന്നു. അപ്പോൾ തന്നെ പറഞ്ഞ് ധ്യാനകേന്ദ്രം അടുത്തെന്ന് പറയും. ഞാനപ്പം നോക്കുന്ന ധ്യാനകേന്ദ്രമല്ല, ഷാപ്പ് എവിടെ ഉണ്ടെന്ന് നോക്കി. അപ്പോൾ ഞാൻ കണ്ടു ഒരു കള്ള് ഷാപ്പ്. എന്നാൽ ഇവരെ കൊണ്ട് വിട്ടിട്ട് തിരിച്ചിറങ്ങാമെന്നുണ്ട്. അങ്ങനെ ഇവരുമായിട്ട് കയറി. അന്ന് 130 രൂപയാണ് രജിസ്ട്രേഷന്. അങ്ങനെ ജീവിത പങ്കാളി സ്ത്രീകൾ കിടക്കുന്നിടത്തേക്ക് പോയി. ഈ അപ്പച്ചന് വലത്തുകാലും വലത്ത് കൈയും തളർന്നൊരു അപ്പച്ചനായിരുന്നു. അപ്പച്ചനും മക്കളും അപ്പച്ചനെ കിടപ്പ് രോഗിയുടെ സൈഡിലേക്ക് പോയി. എനിക്ക് വേറെ സ്ഥലത്തേക്ക് കിട്ടി. ഞാൻ അങ്ങോട്ടും പോയി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ചാരായം കുടിക്കാനായിട്ട് വന്നപ്പോൾ ഗേറ്റ് അടച്ചു. അപ്പോൾ ജോർജ് പനക്കലച്ചനെ കണ്ടെങ്കിലേ ഇനിയും തിരിച്ചു പോകാനൊക്കത്തുള്ളൂ ഗേറ്റിൻ്റെ പുറത്തേക്ക്. ജോർജ് പനക്കലച്ചൻ്റെ എഴുത്ത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നേരത്തെ ധ്യാനം കൂടിയ സഹോദരങ്ങൾ പറഞ്ഞു അതെല്ലാം നടക്കുന്ന കാര്യമല്ല. അപ്പോഴത്തേക്ക് വട്ടുപോലെയായി. ഞാൻ തിരിച്ച് ധ്യാന കേന്ദ്രത്തിൻ്റെ പടി ചവിട്ടിയപ്പോൾ സ്റ്റേജിൽ നിന്നും കൊല്ലത്തുണ്ടായിരുന്നൊരു മകൻ ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ വചനം കേട്ടപ്പോൾ ശരീരത്തൂടെ കരണ്ടടിക്കുന്ന അനുഭവം വീണ്ടും ഉണ്ടായി. എന്നിട്ട് ഞാൻ ഏറ്റവും പുറയിപ്പിൽ കസാറയിൽ പോയിരുന്നു. ചാരായം കിട്ടാതെ വന്നപ്പോഴത്തേക്കിന് എൻ്റെ നരമ്പുകൾ പിടച്ച് ഒരു മാനസിക രോഗിയേക്കാളും കഷ്ടമായി. എങ്ങനെയും മതിലിയാടി പോരണമെന്ന് തോന്നി. അതൊന്നും നടക്കാതെ തന്നെ ദൈവം അവിടുത്തെ പിടിച്ചിരുത്തുകയായിരുന്നു എന്നുള്ള ഇപ്പം എനിക്ക് തോന്നുന്നു. അവൻ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ ഞായറാഴ്ച ദിവസം സമർപ്പണത്തിൻ്റെ ആ രാത്രിയിലെ സമർപ്പണത്തിന് വേണ്ടി ലഹരി കൊണ്ടുവന്നവരെല്ലാം സമർപ്പിക്കേണ്ട ദിവസമാണ്. സ്റ്റേജിൻ്റെ സൈഡിലെല്ലാം ബക്കറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഓരോരുത്തർ ലഹരിയുമായിട്ട് വന്നവർ കൊണ്ട് ബക്കറ്റ് സമർപ്പിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്നാൽ അതിലെ ഒരു ലഹരി എടുത്തുകൊണ്ട് വന്ന് കുടിക്കണമെന്നുള്ള ആഗ്രഹം തോന്നി. അവിടുന്ന് കസാറയിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അവിടുന്ന് എണ്ണിച്ച് നടക്കാനായിട്ട് പറ്റുന്നില്ല. വീണ്ടും അവിടെ ഇരുന്ന് പോയി. അങ്ങനെ ഞായറാഴ്ച കഴിഞ്ഞു. തിങ്കളാഴ്ച ദിവസമായപ്പോൾ പല്ലുപോലും തേക്കാതെ ഞാൻ വീണ്ടും വന്ന് ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും പുറകിൽ വന്നിരുന്നു. ആരും എന്നെ കാണലെന്ന രീതിയിലാണ് വന്നിരുന്നത്. തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കിന് ഞാൻ വല്ലാത്ത അവസ്ഥയിലേക്ക് മാറി. എന്നാൽ ജീവിത പങ്കാളിയെ വിളിക്കാം, അവളെ 2 തല്ല് തല്ലിയാൽ പ്രേക്ഷിത ചിലപ്പോൾ ഇറക്കി വിടും, അങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷെ അത് തന്നെ നടന്നില്ല. മതിൽ ചാടണം നോക്കി, അതും നടന്നില്ല. തിങ്കളാഴ്ച ദിവസം കഴിഞ്ഞപ്പം ഞാൻ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. അങ്ങനെ ചൊവ്വാഴ്ച ദിവസം വീണ്ടും അതേ കസാറയിൽ വന്ന് പുറകിൽ വന്നിരുന്നു. പനക്കലച്ചൻ രാവിലെ വന്നു. പാപത്തെക്കുറിച്ചുള്ള ക്ലാസ് തുടങ്ങി. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന് അച്ഛൻ്റെ ക്ലാസ്സിൽ കൂടെ കേട്ട് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിനകത്ത് ഓരോ കാര്യങ്ങളിങ്ങനെ വന്ന് കാണിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളെയും പട്ടടിക്കിട്ട് നാട്ടുകാരെ വിഷമിക്കുന്ന, അമ്മയെ വിഷമിക്കുന്ന, ഇങ്ങനെ പല വിധത്തിൽ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളെ അവരെയൊക്കെ വിഷമിപ്പിക്കുന്നത് ഓരോ ചിത്രം പോലെ TV കൂടെ കാണുന്ന പോലെ കാണാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ കണ്ടത് എൻ്റെ പാവപ്പെട്ട
ജീവിത പങ്കാളിയുടെ കണ്ണുനീരും എൻ്റെ കുഞ്ഞുങ്ങളുടെ വേദനയാണ് കാണുന്നത്. അവിടുന്ന് ഞാൻ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി, ദൈവമേ എന്ന് വിളിക്കാൻ തുടങ്ങി.